മെയ് 4-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. ഫലമറിയാൻ 4 നാൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിൽ രാഷ്ട്രീയ ഉദ്വേഗമേറ്റി എക്സിറ്റ് പോൾ ഫലങ്ങൾ. വിജയിക്കുമെന്ന ഏജൻസികളുടെ കണക്കിലെ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ UDF ക്യാമ്പ്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാക്കുമെന്നും വലിയ ഭൂരിപക്ഷം നേടുമെന്നും UDF നേതാക്കൾ ഇന്ന് പ്രതികരിച്ചു. ടീം UDF എന്നുള്ള ആശയത്തിനുള്ള പിന്തുണയാണ് ടീം UDF. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ടീം UDF അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള കാര്യമൊക്കെ അന്ന് ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സമയമുണ്ട് ധാരാളം. അതേസമയം എക്സിറ്റ് പോൾ കണക്കുകൾ LDF തള്ളിക്കളഞ്ഞു. ഭൂരിപക്ഷം ഉണ്ടാവുന്നുള്ള കേവല ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതേസമയം എക്സിറ്റ് പോൾ കണക്കുകൾ LDF തള്ളിക്കളഞ്ഞു. എക്സിറ്റ് പോൾ കണക്കുകളിൽ ഭരണവിരുദ്ധ വികാരം കാണാനില്ലെന്നും ജനവിധി LDFന് അനുകൂലമാകുമെന്നും CPM നേതാക്കൾ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടകങ്ങളെക്കാളുപരി വർഗീയ ഘടകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് UDF പരിശ്രമം. ആ പരിശ്രമം അവർ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയായിരിക്കും ജനവിധി എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു ഘടകമാണ്. കാരണം ഈ എക്സിറ്റ് പോളിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും രണ്ട് മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതാണ്. 1% ഏറ്റവും വോട്ടിംഗ് വ്യത്യാസത്തിൽ നമുക്കിതെല്ലാം അപ്പുറത്തേക്ക് ചാഞ്ഞിട്ടും അവർക്ക് ഒരു പട്ടിക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയൊരു സ്വിങ് UDFന് അനുകൂലമാണ് എന്നിവിടെ പറയുന്നില്ല. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് UDF വലിയ തോതിൽ ജയിച്ചതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFന് മുന്നേറ്റം ഉണ്ടായതാണ്. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മളിതിനെ നോക്കിക്കാണാൻ. ഏതായാലും അതിൻ്റെ ഒരു ആവർത്തനമാണ് എന്ന് ഒരു എക്സിറ്റ് പോളും പറയുന്നില്ല. 2021 എക്സിറ്റ് പോളിൽ പരാജയപ്പെട്ട ഒരാളാണ്. അപ്പോൾ എക്സിറ്റ് പോളൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, 2021 സർവകാല റെക്കോർഡ് വോട്ട് 82,000 കിട്ടി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അന്ന് പറഞ്ഞ കാര്യമാണ്. ആ 82,000-ത്തേക്കാൾ കൂടുതൽ വോട്ട് സർവകാല റെക്കോർഡ് വോട്ട് വാങ്ങി ബേപ്പൂർ മണ്ഡലത്തിൽ ജയിക്കും. എല്ലാ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലം. അക്കൗണ്ട് തുറക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ NDA. മുന്നണികളിലും സ്ഥാനാർത്ഥികളിലും നെഞ്ചിടിപ്പ് കൂട്ടി എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇവരുകളുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. SKN എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവിൽ UDFന്റെ ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. UDFന്റെ നേതാക്കളുടെ രാവിലത്തെ പ്രതികരണങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും K മുരളീധരനും അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ആത്മവിശ്വാസം പ്രകടമാണ്. സർവേയേക്കാൾ കടന്നുള്ള ഒരു ഫലമാണ് UDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ LDF ക്യാമ്പ് എക്സിറ്റ് പോൾ ഫലങ്ങളെ തീർത്തും തള്ളിക്കളയുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പല ഘട്ടങ്ങളിലും ശരിയാകാതെ പോയിട്ടുണ്ട്. യഥാർത്ഥ ജനവികാരം മെയ് 4-ന് അറിയാം. അത് തങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന ആത്മവിശ്വാസമാണ് LDF കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് CPIMന്റെ കേരളത്തിലെ ആസ്ഥാനമായ AKG സെന്ററിലാണ്. അല്പം സമയത്തിനകം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എക്സിറ്റ് പോൾ ഫലങ്ങൾ സംബന്ധിച്ച് പാർട്ടിയുടെ ഔദ്യോഗിക പ്രതികരണം നടത്തും. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ തീർത്തും തള്ളുകയാണ് CPIM. അത്തരമൊരു ഫലം തങ്ങൾക്കെതിരായി സംഭവിക്കില്ല, ജനവികാരം തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഉറച്ച വിശ്വാസമാണ് CPIM കേന്ദ്രങ്ങളുള്ളത്. SKN. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.